ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ബെൽറ്റ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിലും അതുപോലെ നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ബെൽറ്റാണിത്. ഡ്രസ്സിൻ്റെ കളർ കോമ്പോ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഏതാണോ ഡ്രസ്സ് നമുക്ക് കളർ കോമ്പോ വരുന്നത് അതിലുള്ളതാ അതുപോലെ 2 ഇഞ്ച് വീതിയിലും അതുപോലെ 2.5 ഇഞ്ച് ലെങ്ത്തിലുള്ള തുണികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ എത്രയാണ് നമുക്ക് ഈ ഒരു ബെൽറ്റ് നീളം വേണ്ടത് അത് നീളത്തിലൊരു കറുപ്പ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരയിലാണ് ഞാൻ ഈ ബെൽറ്റ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാരൻ്റെ വീതി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു കറുപ്പ് തുണിയിൽ നമ്മൾ ഈ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ ആ ഒരു പീസ് ഇത് അതുപോലെ മടക്കിയിട്ട് മുകളിലായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കളർ എടുത്തുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വയലറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വയലറ്റ് എടുത്തു, അതിന് ശേഷം ബ്ലാക്ക് ഇതുപോലെ ഈ 2 ഇഞ്ചിൻ്റെ വീതിയുള്ള തുണി ഇത് അതുപോലെ മടക്കിയിട്ട് ഇത് അതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ മുകളിലത്തെ സ്റ്റിച്ച് മറയണ രീതിയിൽ ഇത് അതുപോലെ വരുന്ന രീതിയിൽ ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് താഴെ ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് ഫുള്ളായിട്ട് ഈ ഒരു കറുപ്പ് തുണി ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. നമുക്കിനി ഫ്രോക്കിന് ബെൽറ്റായിട്ടുമല്ല നമുക്കിനി വേണമെങ്കിൽ ഇത് സ്ലീവിന് ഉപയോഗിക്കാം. സ്ലീവിൻ്റെ നമുക്ക് അറ്റത്തോ അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ ഒക്കെ വരുന്ന രീതിയിലും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യോക്ക് ഭാഗത്തും ഇത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഓരോ ഡിസൈൻ ഐഡിയ വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് മൊത്തത്തിൽ ഇതതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെല്ലാ കളറും. ഇനി നമുക്കിത് അപ്പുറം മറിച്ചിട്ട് നമുക്കിത് ഈ ബാലൻസ് വരുന്ന ഭാഗങ്ങൾക്കൊട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ആവശ്യമൊന്നും നമുക്കില്ല. നമുക്കൊരു ഈ കറുപ്പ് തുണീൻ്റെ വീതി എടുത്തിട്ടുള്ളത് 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. പിന്നെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളമാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിലെടുക്കുക. അതിലൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ അതാണ് വീതി വരുന്നത് നമ്മൾ ഈ ബെൽറ്റിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ താഴത്തെ കറുപ്പ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുഞ്ചൊക്കെ വെട്ടി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഒരു 1.5 ഇഞ്ചിലുള്ള അതുപോലത്തെ ബ്ലാക്ക് തുണിയാണ് വേണ്ടത്. 2 തുണി വേണം. അതും 15 ഇഞ്ച് നീളത്തിൽ അഥവാ ബെൽറ്റിക്ക് എത്ര നീളമുണ്ടോ ആ നീളത്തിൽ തന്നെയാണ് ഈ തുണി എടുക്കേണ്ടത്. അതുപോലെ 1.5 ഇഞ്ച് വീതിയിലാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് ബെൽറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് നമ്മൾ ആദ്യം ചീത്ത വശത്തായിരുന്നു തയ്ച്ചത്. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് മടക്കുക ആദ്യം ഉള്ളിലേക്ക്. അതിനുശേഷം വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തയ്ച്ചെടുക്കുക. അതുപോലെ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക. അതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് അതുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ താഴെ വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കുക. 2 സൈഡിൽ നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോക്കിൽ നമുക്ക് എവിടെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യണത് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗത്ത് അതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ബ്ലാക്ക് വരുന്ന ഭാഗത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.